CMRL എക്സാലോജി കേസിലെ ഹവാല ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിന് ഇഡി. ദുബായിലേക്ക് വീണ ടി കൈമാറിയ 85 ലക്ഷം രൂപ ആർക്ക് നൽകിയെന്ന് കണ്ടെത്താനാണ് ഇഡിയുടെ നീക്കം. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. കേസിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPMന്റെ തീരുമാനം. ഞായറാഴ്ച കോഴിക്കോട് മുതലക്കുളത്ത് സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കും. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അർജുൻ. നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഇഡി നടത്തുന്നത്. പ്രധാനമായിട്ടും 85 ലക്ഷം രൂപ ആർക്ക് നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ. അതിൽ ഇഡിയുടെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒപ്പം CPM എങ്ങനെയൊക്കെ പ്രതിരോധിക്കും ഇനി? ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് അശ്വതി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ഹവാല ഇടപാടുകൾ കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ ഇഡിയുടെ കണ്ടെത്തൽ. നേരത്തെ വീണ ടിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നൊരു ഡയറി കണ്ടെത്തുകയും ആ ഡയറിയിലെ വിവരങ്ങൾ ഇഡി വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ട് എന്ന സൂചന കൂടി ലഭിക്കുന്നത്. 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇഡിയുടെ കണ്ടെത്തൽ. മാത്രവുമല്ല, വരുമാനത്തിൽ കവിഞ്ഞ തുക വീണ ടി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നും ഇഡി പറയുന്നുണ്ട്. അതായത് ഏതാണ്ട് 20 കോടി രൂപയിലധികം വീണ ടി കൈകാര്യം ചെയ്തു എന്ന തെളിവുകളാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള അന്വേഷണം കൂടി നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആർക്ക് വേണ്ടിയാണ് ഈ പണം ഇത്തരത്തിൽ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയത്, അതോടൊപ്പം തന്നെ ദുബായിലെ അക്കൗണ്ടിൽ നിന്ന് ആരാണിത് പിൻവലിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇഡി പരിശോധിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് CMRL നിന്ന് അനധികൃതമായി കൈപ്പറ്റി എന്ന് ഇഡി പറയുന്ന തുക അത് കൈമാറി എന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സൂചന ലഭിക്കുന്ന ചില സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചും ഇഡി അന്വേഷണം നടത്താൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ ടിയുടെ ഭർത്താവും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ കൂടിയായ നിഖിൽ, അതോടൊപ്പം തന്നെ നന്ദുലാൽ തുടങ്ങിയവരൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ ഇഡി ഒരുങ്ങുന്നത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണ്. അതേസമയം പിണറായി വിജയൻ അപ്പുറത്തേക്ക് മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കളിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നത് രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് CPM പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്താനും CPM ഒരുങ്ങുകയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞായറാഴ്ച ഒരു വിശദീകരണ യോഗമടക്കം CPM വിളിച്ചു ചേർത്തിരിക്കുന്നത്. വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് CPM ഈ കേസിൽ.